ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജപ്പാൻ ഒരു അത്ഭുത രാജ്യം. പ്രകൃതിയും സാങ്കേതികവിദ്യയും കൈകോർക്കുന്ന രാജ്യം. ആചാരങ്ങൾക്കും ആധുനികതയ്ക്കും ഒരേ നിലയിൽ വില കൊടുക്കുന്ന രാജ്യം. ജപ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ടോക്കിയോയുടെ ലൈറ്റ് ഷോയും മൗണ്ട് ഫുജിയുടെ ശാന്തമായ കാഴ്ചയും ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനിൻ്റെ വേഗതയും മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ശുദ്ധമായ നഗരങ്ങൾ. എടുത്തു പറയേണ്ടത് ടെക്നോളജി തന്നെയാണ്. ജപ്പാൻ്റെ ഇന്നത്തെ ടെക്നോളജി യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യത്തേതാണ് റോബോട്ടിക് അമ്മ. ഗ്രോവ് എക്സ് എന്ന ഒരു ജപ്പാനീസ് കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. ഇത് മനുഷ്യരെ സന്തോഷിപ്പിക്കാനായി രൂപകൽപ്പന ചെയ്ത ഒരു ഇമോഷണലി ഇൻ്റലിജൻറ്റ് റോബോട്ടാണ്. ഇതിനെ ലവേർട്ട് എന്നാണ് പറയുന്നത്. ലവേർട്ടിന് കണ്ണുപോലുള്ള ക്യാമറകളും ശബ്ദം നൽകാനായി മൈക്രോഫോണുകളുമുണ്ട്. ഇതിനെ റോബോട്ടിക് അമ്മ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് കുട്ടികളെ ഉറക്കാനും കെട്ടിപ്പിടിക്കാനും മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനുമൊക്കെ സഹായിക്കുന്നു. ഇതിന് ഏകദേശം 3.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ് വില. രണ്ടാമത്തേതാണ് ഹെന്നാന ഹോട്ടൽ, അതായത് ഡിനോസർ ഹോട്ടൽ എന്നറിയപ്പെടുന്നു. ജപ്പാനിൽ ടോക്കിയോ, ഒസാക്ക തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഹോട്ടലാണിത്. ഇവിടെ റിസപ്ഷൻ ഡെസ്കിൽ നമ്മളെ സ്വാഗതം ചെയ്യാനിരിക്കുന്നത് ഡിനോസർ രൂപത്തിലുള്ള റോബോട്ടുകളാണ്. ചെക്ക് ഇൻ, ചെക്ക് ഔട്ട്, ലഗേജ് ഹാൻഡ്ലിംഗ് എല്ലാം റോബോട്ടുകൾ തന്നെ ചെയ്യുന്നു. ഈ ഹോട്ടൽ വേൾഡ് ഫസ്റ്റ് റോബോട്ട് സ്റ്റാഫ്ഡ് ഹോട്ടൽ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. അതായത് പലപ്പോഴും ഒരു മനുഷ്യൻ പോലും സ്റ്റാഫായിട്ട് കാണാറില്ല. മൂന്നാമത്തേതാണ് ടോക്കിയോ സ്നേക്ക് സെൻറ്റർ, സ്നേക്ക് കഫേ എന്നറിയപ്പെടുന്നു. ടോക്കിയോയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഈ കഫേയിൽ നിങ്ങൾക്ക് ചായയും കാപ്പിയും കുടിക്കുമ്പോൾ ഒരു ലൈവ് പാമ്പ് നിങ്ങളുടെ അടുത്തുള്ള ഗ്ലാസ് ബോക്സിൽ ഇരിക്കും. ചില സന്ദർഭങ്ങളിൽ അവർ സ്നേക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നോക്കാൻ പോലും അനുവദിക്കും. അതുപോലെ മറ്റൊന്നാണ് 3D ഫുഡ് പ്രിൻറ്റിംഗ്. ജപ്പാനിൽ ചില റെസ്റ്റോറൻറ്റിൽ ഫുഡ് 3D പ്രിൻറ്റേഴ്സ് ഉപയോഗിച്ച് ഭക്ഷണം പ്രിൻ്റ് ചെയ്തിരുന്നു. ഒട്ടേറെ സോഫ്റ്റ് ഫുഡ്, ന്യൂഡിൽസ്, ഡെസേർട്ട്. ഇത് സാധാരണ കുക്കിംഗ് രീതിയല്ല. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കസ്റ്റമൈസ്ഡ് ഫുഡ് പ്രിൻറ്റ് ചെയ്യാം. ചില 3D റെസ്റ്റോറൻറ്റ് ടോക്കിയോയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആകുന്നുണ്ട്. അടുത്തതാണ് തീം ലാബ് പ്ലാനറ്റ്സ്. ജപ്പാനിലെ ടോക്കിയോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അത്യാധുനിക ആർട്ട് എക്സ്പീരിയൻസ് ആണ്. പോകുന്നവരെ പ്രകാശം, വെള്ളം, പൂക്കൾ, മ്യൂസിക് എന്നിവയുമായി ബന്ധപ്പെടുത്തി വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്നു. അടുത്തത് ജംഗ്ലിയ നേച്ചർ അഡ്വഞ്ചർ പാർക്ക്. ഇത് ജപ്പാനിലെ ഒക്കിനാവയിൽ ആരംഭിച്ച പുതിയ പാർക്കാണ്. ഇതൊരു ജുറാസിക് പാർക്ക് ഫീൽ തരുന്ന പാർക്കാണ്. ഇവിടെ ഡിനോസർ സഫാരി റൈഡ്, അഡ്വഞ്ചർ റൈഡ്, ഹോട്ട് എയർ ബലൂൺ സഫാരി, അങ്ങനെ ഹൈ ടെക്നോളജി തന്നെ യൂസ് ചെയ്ത് സൃഷ്ടിച്ച ഒരു അടിപൊളി പാർക്കാണിത്. അടുത്തതായാണ് ഒസാക്ക എക്സ്പോയിൽ കാണാൻ കിട്ടുന്ന ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം, നൾ സ്ക്വയർ പവലിയൻ. ഇത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും അരികിൽ നിന്ന് കാണുന്നതെല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മിറർ കെട്ടിടമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്